ചെമ്പൂരിനടുത്ത് അനിക് വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാളിക്ഷേത്രത്തിൽ വിഗ്രഹത്തിന് സമൂലമായ മാറ്റം വരുത്തി ഹൈന്ദവ വിശ്വാസങ്ങളെയും ക്രിസ്തുമത വിശ്വാസങ്ങളെയും കൂട്ടിക്കലർത്തുന്ന രീതിയിൽ അവതരിപ്പിച്ചത് രാജ്യമെമ്പാടും വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഉണ്ണിയേശുവിനെ കയ്യിലെടുത്ത് നിൽക്കുന്ന ക്രിസ്ത്യൻ മാതാവിന്റെ രൂപത്തോട് സാമ്യമുള്ള രീതിയിലേക്ക് കാളി വിഗ്രഹത്തിന് മാറ്റം വരുത്തിയ പൂജാരി അറസ്റ്റിലായി. ഭക്തരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് മുംബൈ പോലീസ് അടിയന്തരമായി ഇടപെട്ട് വിഗ്രഹം അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. മുംബൈ നഗരത്തിന്റെ തിരക്കിനിടയിൽ അനിക് വില്ലേജിലെ ഹിന്ദു ശ്മശാനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രാചീന കാളി ക്ഷേത്രമാണ് അവിശ്വസനീയമായ ഈ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചത്. ദിവസവും ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തുന്ന ഭക്തരെയും പ്രദേശവാസികളെയും ഞെട്ടിച്ചുകൊണ്ടാണ് പൂജാരിയുടെ ഈ നടപടി പുറത്തു വന്നത്. പരമ്പരാഗതമായി കറുപ്പ് അല്ലെങ്കിൽ കടുംനീല നിറത്തിലാണ് കാളിദേവിയുടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാറുള്ളത്. എന്നാൽ ഇവിടെ വിഗ്രഹത്തിന്റെ നിറം പൂർണ്ണമായി മാറ്റുകയായിരുന്നു. പൂജാരി വിഗ്രഹത്തിന് മുകളിൽ മുഴുവനായും വെള്ള പെയിന്റ് അടിച്ച രൂപമാറ്റം വരുത്തി. കറുത്ത രൂപത്തിൽ നിന്ന് പൂർണ്ണമായും വെള്ള നിറത്തിലേക്ക് മാറിയ ഈ രൂപം കാളിദേവിയുടെ ഭീകരഭാവത്തിൽ നിന്നും മാറി ശാന്തമായ മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നതിന്റെ സൂചനയായി ഭക്തർ ആദ്യം തെറ്റിദ്ധരിച്ചുവെങ്കിലും തുടർന്ന് വരുത്തിയ അലങ്കാരങ്ങളാണ് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചത്. വെള്ള പെയിന്റ് അടിച്ച വിഗ്രഹത്തിന് സ്വർണ്ണ നിറത്തിലുള്ള മനോഹരമായ വസ്ത്രങ്ങളാണ് പൂജാരി അണിയിച്ചത്. അതിനു പുറമെ വലിയ വെള്ള അലങ്കാരങ്ങളോട് കൂടിയ ഒരു കിരീടവും ദേവിയെ അണിയിച്ചു. ഈ കിരീടത്തിന്റെ മുകളിലായി സ്വർണ്ണ നിറത്തിലുള്ള ഒരു കുരിശ് സ്ഥാപിച്ചതോടെയാണ് ഭക്തർക്ക് കാര്യങ്ങളിൽ സംശയം ഉടലെടുത്തത്. എന്നാൽ അതിലും അമ്പരപ്പിക്കുന്ന മാറ്റം വിഗ്രഹം ഒരു കുഞ്ഞിന്റെ രൂപം കയ്യിൽ പിടിച്ചിരുന്നു എന്നതായിരുന്നു. ഈ രൂപം ക്രിസ്തുമത വിശ്വാസത്തിലെ ഉണ്ണിയേശുവിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് ഭക്തർ ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തി. ശ്രീകോവിലിന്റെ പശ്ചാത്തലത്തിലും പൂജാരി സമൂലമായ മാറ്റങ്ങൾ വരുത്തി. കടും ചുവപ്പ് നിറത്തിലുള്ള തുണിത്തരങ്ങളാണ് പശ്ചാത്തലത്തിനായി ഉപയോഗിച്ചത്. അതിൽ വലിയൊരു സ്വർണ്ണക്കുരിശ് ആലേഖനം ചെയ്തിരുന്നു. കൂടാതെ ഇരുവശത്തും പ്രത്യേകതരം അലങ്കാര ലൈറ്റുകൾ വെച്ച് ശ്രീകോവിലിന് തികച്ചും വ്യത്യസ്തമായ ഒരു രൂപം നൽകിയിരുന്നു. ഹൈന്ദവ ആരാധന രീതികളിൽ നിന്ന് വ്യതിചലിച്ച ക്രിസ്ത്യൻ ദേവാലയങ്ങളുമായി സാമ്യമുള്ള രീതിയിലേക്ക് ക്ഷേത്രത്തിന്റെ അന്തരീക്ഷം മാറിയത് വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. വിഗ്രഹത്തിന് വന്ന ഈ സമൂലമായ മാറ്റത്തെക്കുറിച്ച് ഭക്തർ പൂജാരിയോട് വിശദീകരണം തേടി. അപ്പോഴാണ് ഈ മാറ്റം വരുത്തിയതിന്റെ കാരണം പൂജാരി അവകാശപ്പെട്ടത്. തന്റെ സ്വപ്നത്തിൽ കാളിദേവി പ്രത്യക്ഷപ്പെടുകയും മാതാവിന്റെ രൂപത്തിൽ അണിയിച്ചൊരുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാണ് പൂജാരി ഭക്തരോട് പറഞ്ഞതെന്ന് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. എന്നാൽ പൂജാരിയുടെ വിശദീകരണം ഭക്തർക്കിടയിലെ പ്രതിഷേധം ഇരട്ടിയാക്കി. ഇത് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനും ക്ഷേത്രത്തിന്റെ പവിത്രത ഇല്ലാതാക്കാനുമുള്ള ശ്രമമാണെന്ന് പലരും ആരോപിച്ചു. പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉടലെടുക്കുന്നതിന്റെ സൂചന ലഭിച്ച ഉടൻ തന്നെ മുംബൈ പോലീസ് വിഷയത്തിൽ ഇടപെട്ടു. മതപരമായ വിഷയങ്ങളിൽ പൊതുജന പങ്കാളിത്തവും പ്രതിഷേധവും ഉണ്ടാക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്നതിനാലാണ് പോലീസ് അടിയന്തരമായി നടപടി സ്വീകരിച്ചത്. പോലീസിന്റെ മേൽനോട്ടത്തിൽ തന്നെ കാളി വിഗ്രഹം അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് ഉടൻ പുനഃസ്ഥാപിച്ചു. ഇതിലൂടെ ഭക്തരുടെ വികാരം തണുപ്പിക്കാനും പ്രദേശത്ത് സമാധാനം ഉറപ്പാക്കാനും പോലീസിന് സാധിച്ചു. തുടർന്ന് മതവികാരം വ്രണപ്പെടുത്തുക, ആരാധനാലയം നശിപ്പിക്കുക, പൊതുജന സമാധാനത്തിന് ഭംഗം വരുത്താൻ ശ്രമിക്കുക എന്നിവയുമായി ബന്ധപ്പെട്ട ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 299 പ്രകാരം പോലീസ് പൂജാരിയെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത പൂജാരിയെ കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്ന് 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകി. ഈ മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താനും പൂജാരി ഒറ്റയ്ക്കാണോ പ്രവർത്തിച്ചത് അതോ മറ്റെന്തെങ്കിലും ശക്തികൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നതിനെ കുറിച്ച് വിശദമായ ചോദ്യം ചെയ്യാനുമാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. സംഭവത്തെ വിശ്വ ഹിന്ദു പരിഷത്ത്, ബജ്രംഗ് ദൾ ഉൾപ്പെടെയുള്ള വിവിധ വലതുപക്ഷ സംഘടനകൾ ശക്തമായി അപലപിച്ചു. ഹൈന്ദവ ആരാധനാലയങ്ങളെയും വിശ്വാസങ്ങളെയും അവഹേളിക്കുന്ന നടപടിയാണ് പൂജാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു. പ്രദേശത്ത് ക്രമസമാധാനം ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും പ്രവർത്തകർ പോലീസിനോടും സംസ്ഥാന സർക്കാരിനോടും അഭ്യർത്ഥിച്ചു.